നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യത എന്ന റിപ്പോർട്ട് വരികയാണ്. കഴിഞ്ഞ ദിവസവും സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ വളരെ ശക്തമായ മഴ അനുഭവപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഇന്നും സംസ്ഥാനത്ത് പരക്കെ മഴയുടെ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 8 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലയിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ കിട്ടിയേക്കുമെന്ന റിപ്പോർട്ടാണുള്ളത്. മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റും ഇടിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെയൊക്കെ തന്നെ ജില്ലകളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ മഴ പെയ്യുമെന്ന് പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ ജില്ലകളിലൊക്കെ തന്നെ മഴയുണ്ടോ എന്ന് നോക്കുക. മാത്രമല്ല, മാറി മറിയുകയാണ് കാലാവസ്ഥ വ്യതിയാനം. ഇപ്പോൾ നമ്മൾ കാണുന്ന കർമേഘം വളരെ ശാന്തമാണെങ്കിൽ, എന്നാൽ പിന്നീട് വളരെ തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ, എന്നാൽ നിമിഷ നേരം കൊണ്ടാണ് അത് കാർമേഘം കൊണ്ട് മൂടി മഴയുടെ ഒരു സാധ്യത നിലനിൽക്കുന്നത്. എന്തായാലും ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം വന്നിട്ടുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ടിടങ്ങളിൽ ഇന്ന് മുതൽ 5-ാം തീയതി വരെയുള്ള തീയതികളിലാണ് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളത്. 6-ാം തീയതിയിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ മാർച്ച് മാസത്തിൽ ഇത്തവണ ലഭിച്ചത് 65.7 മില്ലിമീറ്റർ മഴയാണ്. സാധാരണ ഈ കാലയളവിൽ ലഭിക്കേണ്ട 34.4 mm മഴയേക്കാൾ 91 അധിക ശതമാനം, അതായത് 91% അധികമാണ് ലഭിച്ചിരിക്കുന്നത്. 2017 ശേഷം ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച മാർച്ച് മാസമാണ് ഇത്തവണത്തേത്. 121 മില്ലിമീറ്റർ ലഭിച്ച കോട്ടയം ആണ് 121% അധികം പെയ്ത ജില്ല. ഈ ജില്ലകളിൽ ഏറ്റവും കൂടുതലും കോട്ടയം ജില്ലയിൽ തന്നെയാണ്. തൊട്ടു പിന്നാലെ പത്തനംതിട്ട ജില്ലയുണ്ട്. 109 mm മഴയാണ് അവിടെ പെയ്തത്. അതായത് 59% അധിക മഴയാണ് പത്തനംതിട്ടയിൽ ലഭിച്ചിരിക്കുന്നത്. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകൾ ഏതാണെന്ന് നോക്കാം. ഇന്നലെ പാലക്കാടും കോഴിക്കോടും വയനാടും യെല്ലോ അലർട്ട് ഉണ്ടായിരുന്നു. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലയിലും മാത്രമല്ല പാലക്കാട്, മലപ്പുറം ജില്ലയിലും കോഴിക്കോട്, വയനാട് ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ട് ഉണ്ട്. നാളെ തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിലാണ്. മറ്റന്നാൾ അതായത് 5-ാം തീയതി പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലയിലും 6-ാം തീയതി മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാസർഗോഡ് ജില്ല ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഇത്തവണ മാർച്ച് മാസത്തിൽ സാധാരണ ലഭിക്കേണ്ട മഴയേക്കാൾ കൂടുതൽ ലഭിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ആകെ ലഭിച്ചത് 6 മില്ലിമീറ്റർ മഴ മാത്രമാണ്, അതായത് 62% കുറവ്. സംസ്ഥാനത്ത് 4 വരെ ശക്തമായ വേനൽ മഴ ലഭിച്ചേക്കും. വിവിധ ജില്ലകളിൽ മിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. 3-ന് പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലും 4-ന് എറണാകുളം, തൃശൂർ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നലെ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിച്ചു. മാർച്ചിൽ സംസ്ഥാനത്ത് 65.7 മില്ലിമീറ്റർ വേനൽ മഴ ലഭിച്ചുവെന്നാണ് കണക്ക്. 2017 ശേഷം മാർച്ചിൽ ഏറ്റവും അധികം വേനൽ മഴ ലഭിക്കുന്നത് ഇത്തവണയാണ്. കാസർഗോഡ് ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും സാധാരണ മാർച്ചിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മഴയാണ് ലഭിച്ചിരിക്കുന്നത്. മഴയുണ്ടെങ്കിലും സംസ്ഥാനത്ത് ചൂട് കൂടിയ തോതിൽ തുടരുകയാണ്. സൂര്യപ്രകാശത്തിൽ അൾട്രാ വിരണങ്ങളുടെ സാന്നിധ്യമുള്ളതിനാൽ പകൽ സമയം ഏറെ നേരം തുടർച്ചയായി നേരിട്ട വെയിൽ ഏൽക്കുന്നത് സുരക്ഷിതമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യത എന്ന ഭീഷണി കൂടി നിലനിൽക്കുകയാണ്. ഏപ്രിലിലെ മഴയിൽ കേരളം, കർണാടക എന്നിവിടങ്ങളിലെ ചില സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടെന്ന് ഈ IMD മേധാവി വ്യക്തമാക്കുന്നു. ഏപ്രിൽ-ജൂൺ കാലയളവിൽ രാജ്യത്ത് സാധാരണയിലും ഉയർന്ന ചൂട് അനുഭവപ്പെടും. ഇന്ത്യയുടെ മധ്യ കിഴക്കൻ സംസ്ഥാനങ്ങളിലും വടക്ക് പടിഞ്ഞാറൻ സമതലങ്ങളിലും ഉഷ്ണതരംഗങ്ങൾ ഏറും. സാധാരണ നിലയിലുള്ള മഴയും ഈ കാലയളവിൽ പ്രതീക്ഷിക്കാം. എന്തായാലും നിലവിൽ മഴ പെയ്യും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിവിധ ഇടങ്ങളിലുള്ള ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതയാണുള്ളത്. എന്നാൽ ഭയപ്പാടേണ്ട ആവശ്യമില്ല എന്നും വ്യക്തമാകുന്നുണ്ട്. അത് ഭയമില്ലാതെ തന്നെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാമെന്നുമുണ്ട്. പക്ഷേ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശത്തിൽ കൃത്യമായി തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് നമ്മൾ ഈ ജാഗ്രത പാലിക്കേണ്ട ഒരു ഘട്ടം കൂടി കടന്നു വരുന്നത്. പ്രധാനമായും നമ്മൾ IMDയുടെ മാപ്പ് പരിശോധിക്കുമ്പോൾ വിവിധ ഇടങ്ങളിൽ, അതായത് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് ഫോർ ദ നെക്സ്റ്റ് 5 days എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിറക്കിയിരിക്കുന്ന മാപ്പിനുകളിലൊക്കെ തന്നെ നോക്കുകയാണെങ്കിൽ വ്യക്തമായി തന്നെ അവർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം മധ്യ കേരളത്തിലാണ് ഇടിമിന്നലോട് കൂടിയുള്ള മഴയുടെ സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഈ നാളെയും അതുപോലെ തന്നെ, അതായത് ഇന്ന്, നാളെ, 3-ാം തീയതി, 4-ാം തീയതി, 5-ാം തീയതി ഇവിടങ്ങളിലൊക്കെ തന്നെ ഇടിമിന്നലോട് കൂടിയ മഴ തന്നെയാണ് പ്രവചിക്കപ്പെടുന്നത്.
അറിയിക്കപ്പെടുന്നത്. വാർണിംഗ് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പ്രധാനമായും തണ്ടർ സ്റ്റോം ആൻഡ് ലൈറ്റിംഗ് വിത്ത് ഗസ്റ്റി വിൻസ്, അതായത് കാറ്റിന്റെ സാധ്യത കൂടി ഉണ്ട് എന്നുള്ളതാണ് വരുന്നത്. പിന്നെ പ്രധാനമായും നോക്കുകയാണെങ്കിൽ ഈ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് വലിയ രീതിയിലുള്ള ജാഗ്രത നിർദ്ദേശമില്ല, എങ്കിൽ പോലും ജാഗ്രത നിർദ്ദേശം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. നാളത്തെ ഒരു റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് വാർണിംഗ് അലേർട്ടുകളൊന്നും തന്നെ ഇല്ല. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിലൊന്നും തന്നെ യെല്ലോ അലേർട്ട് ഇല്ല എന്നുള്ളതാണ്. മറ്റ് ജില്ലകളിലൊക്കെ തന്നെ ഏകദേശം ഒരു 7 ജില്ലകളിലൊക്കെ തന്നെ യെല്ലോ അലേർട്ടാണ് നൽകിയിട്ടുള്ളത്, അവയർനെസ് ആണ് നൽകിയിട്ടുള്ളത്. ഇനി 5-ാം തീയതി നോക്കുകയാണെങ്കിൽ 2 ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലേർട്ട് നൽകിയിട്ടുള്ളത്. ബാക്കി എല്ലാ ജില്ലകളിലും ഗ്രീൻ അലേർട്ടാണ്. അതായത് ഗ്രീൻ അലേർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും പേടിക്കേണ്ട സാഹചര്യമൊന്നുമില്ല, മാത്രമല്ല വാർണിങ്ങുകളൊന്നുമില്ല എന്ന് കൂടി തന്നെയാണ് അത് വ്യക്തമാകുന്നത്. എന്തായാലും IMD ഓരോ മണിക്കൂറിലും രാവിലെ ഇപ്പോൾ 6 മണിക്ക്, അതിനുശേഷം 1 മണിക്ക്, പിന്നെ രാത്രിയോടുകൂടി എങ്ങനെയാണ് ഈ കാലാവസ്ഥ വ്യതിയാന റിപ്പോർട്ടുകൾ പുറത്തിറക്കുന്നത്, അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാനും സാധിക്കുന്നത്. എന്തായാലും IMDയുടെ ഈ നിരീക്ഷണത്തിൽ സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ ഈ ദിവസം ഈ വേനൽ സമയത്ത് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ഈ മാർച്ച് എന്ന് പറയുന്നത് ഈ വേനലിൽ ഏറ്റവും കൂടുതൽ വേനൽ മഴ ലഭിച്ച ഒരു മാർച്ച് കൂടിയാണ്. 2017 ശേഷം ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു മാസം കൂടിയാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർക്കാവുന്നതാണല്ലോ എത്രത്തോളം ശക്തമായ മഴയാണ് പെയ്തത് എന്നുള്ളത്. മാർച്ച് മാസത്തിൽ ഇത്തവണ ലഭിച്ചത് 65.7 മില്ലിമീറ്റർ മഴയാണ്. സാധാരണ ഈ കാലയളവിൽ 34.4 മില്ലിമീറ്റർ മഴ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഏകദേശം ഇരട്ടിയാണ് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ 91% അധികമാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. മാത്രമല്ല മഴയോടൊപ്പം തന്നെ കാറ്റും ഉണ്ടാകുന്നു. 121 മില്ലിമീറ്റർ ലഭിച്ച കോട്ടയമാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ഇടം. മാത്രമല്ല ഇനി വരാൻ പോകുന്ന ജൂൺ ജൂലൈ മാസത്തിൽ മഴയുടെ മാസം വരികയാണ്. അപ്പോൾ എങ്ങനെയാണ് മാറി മറിയുന്ന പ്രതിഭാസം ഉണ്ടാകുമോ എന്നൊക്കെ തന്നെ ശക്തമായ റിപ്പോർട്ടുകൾ കൂടിയൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മഴ ശക്തമായി തുടരും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഇത്തവണ മാർച്ച് മാസത്തിൽ സാധാരണ ലഭിക്കേണ്ട മഴയേക്കാൾ കൂടുതൽ മഴയാണ് ലഭിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് 4 വരെ ശക്തമായ വേനൽ മഴ ലഭിച്ചേക്കും. വിവിധ ജില്ലകളിൽ മിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. മഴയ്ക്കൊപ്പം മണിക്കൂർ 40 മുതൽ 50 കിലോമീറ്റർ വേഗതയുള്ള കാറ്റിനും സാധ്യതയുള്ളതിനാലാണ് ജാഗ്രത പാലിക്കേണ്ടത്. 3-ന് പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലയിലും 4-ന് എറണാകുളം, തൃശൂർ ജില്ലയിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലും ഇന്നലെ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിച്ചിരുന്നു. തിരുവനന്തപുരത്തും വിവിധ ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചിരുന്നു. ശക്തമല്ലെങ്കിൽ പോലും നേരിയ തോതിലുള്ള മഴയും ലഭിച്ചിരുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.